निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 10ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. വിഭൂതിയോഗം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ 25ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാമഹം ശശി വേദാനാം സമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിണാമഹം പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗരഃ മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 24-25 ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗരഃ മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയം. ഇപ്പൊ ഇന്ന് നമ്മൾക്ക് 26 മുതലുള്ള ശ്ലോകങ്ങൾ വായിക്കാം. 26ാമത്തെ ശ്ലോകം വായിക്കുന്നതിന്റെ മുന്നേ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് എന്നൊന്ന് പറയുക. അതിനുശേഷം നമുക്ക് 26ാമത്തെ ശ്ലോകം വായിക്കാം. പറഞ്ഞു. പുരോഹിതരിൽ പ്രധാനി ബൃഹസ്പതിയാണ്. ബ്രഹ്മാവിന്റെ പുത്രനായ അംഗിരസിന്റെ പുത്രനാണ് ബൃഹസ്പതി. ഭഗവാന്റെ പ്രതിനിധിയാണ്. സേനാധിപരിൽ പ്രധാനിയാണ് സ്കന്ദൻ അല്ലെങ്കിൽ കാർത്തികേയൻ. ജലാശയങ്ങളിൽ സമുദ്രം ഭഗവാന്റെ അംശമാണ്. എവിടെ പോവുകയാണെങ്കിലും ഭഗവാന്റെ ഓർമ്മ നിലനിർത്താൻ കഴിയും. മഹർഷിമാരിൽ ഭൃഗു മഹർഷിയാണ്. ഓങ്കാരം ഭഗവാൻ തന്നെയാണ്. യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് പ്രധാനം. ജപയജ്ഞം ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. സ്ഥാവരങ്ങളിൽ ഹിമാലയമാണ്. ജപയജ്ഞത്തിൽ ഹിംസയില്ല. ഏറ്റവും ലളിതവും പവിത്രവുമായതാണ് ജപയജ്ഞം. മേരുവിനേക്കാൾ വലുതാണ് ഹിമാലയം. ഓക്കെ, താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. യെസ്, വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് പോയിന്റ്സ് പറയാനുണ്ടോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന്? ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, യെസ്, സഞ്ജീവനി മാതാജി പറഞ്ഞോ. പുരോധാംസാ മുഖ്യം മാം വിധി പാർത്ഥ ബൃഹസ്പതി സേനാനീഹ മഹം സന്ത സരസാമസ്മി സാഗര. സ്കന്ദൻ മഹാദേവന്റെ അംശമാണ്. 6 തലയുള്ള സ്കന്ദൻ ഷൺമുഖൻ എന്നറിയപ്പെടുന്നു. കാർത്തിക എന്ന ദേവത വളർത്തിയത് കാരണം കാർത്തികേയൻ എന്ന് വിളിക്കുന്നു. ഭഗവാന്റെ പ്രതിനിധിയാണ് ശ്രീകൃഷ്ണൻ.
സേനാനീനാമഹം സ്കന്ധം എന്നുള്ള ശ്ലോകമാണ് മാതാജി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ വായിക്കാം. 26 മുതൽ 28 വരെയുള്ള 3 ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം. ആ ശ്ലോകവും വിവർത്തനവും വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? അജിത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 10 വിഭൂതി യോഗം. ശ്ലോകം 26. അശുദ്ധഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. വിവർത്തനം. വൃക്ഷങ്ങളിൽ അശുദ്ധവും ദേവസിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. ശ്രീല പ്രഭുപാത്തി ജയ്. വൃക്ഷങ്ങളിൽ വച്ച് ഉയരവും സൗന്ദര്യമേറിയതുമാണ് അശ്വത്ഥം അഥവാ അരയാൽ മരം. എല്ലാ ദിവസവും രാവിലെ അതിനെ ആരാധിക്കുക എന്നത് ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ചടങ്ങാണ്. ദേവർഷിയായ നാരദനെയും ലോകത്തിലെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അവർ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം ഭക്തൻ എന്ന നിലയിൽ കൃഷ്ണന്റെ പ്രതിനിധിയാണ്. ദിവ്യഗായകന്മാരുടേതാണ് ഗന്ധർവലോകം. അവരിൽ ശ്രേഷ്ഠൻ ചിത്രരഥനും. പൂർണ്ണത നേടിയ ജീവാത്മാക്കളിൽ ദേവാഹുതിപുത്രനായ കപിലനാണ് കൃഷ്ണന്റെ പ്രതിനിധി. കൃഷ്ണന്റെ അവതാരമാണ് അദ്ദേഹം. കപിലന്റെ സിദ്ധാന്തം ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് മറ്റൊരു കപിലനും പ്രസിദ്ധനായിത്തീർന്നു. നിരീശ്വരവാദിയായിരുന്നു അയാൾ. ഈ രണ്ടുപേരും വളരെ വ്യത്യസ്തരാണ്. ഉച്ചസ്രവസ്വശ്വാനാം വിദ്ധിമാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വങ്ങളിൽ ഞാൻ ഉച്ചസ്രവസ്, അമൃതം നേടാനായി കലക്കപ്പെട്ട സമുദ്രത്തിൽ പിറന്ന കുതിര ആണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. ഭാവാർത്ഥം. ഭക്തന്മാരായ ദേവന്മാരും അഭക്തരായ അസുരന്മാരും ഒരിക്കൽ അമൃതം നേടാനായി സമുദ്രമഥനം ചെയ്യുകയുണ്ടായി. മതിക്കപ്പെട്ട കടലിൽ നിന്ന് അമൃതവും വിഷവും ഉദ്ഭവിച്ചു. വിഷത്തെ പരമശിവൻ പാനം ചെയ്തു. അമൃതിൽ നിന്ന് പല ജീവികളും ഉണ്ടായി. അവയിലൊന്നാണ് ഉച്ചൈസ്രവസ്, മറ്റൊന്ന് ഐരാവതവും. അമൃതത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാകയാൽ ഈ രണ്ട് മൃഗങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അവ കൃഷ്ണന്റെ പ്രതിനിധികളാണ്. മനുഷ്യരിൽ രാജാവ് കൃഷ്ണന്റെ പ്രതിനിധിയത്രേ. കൃഷ്ണൻ വിശ്വരക്ഷകനാണ്. ദൈവിക ഗുണവിശേഷങ്ങളാൽ രാജാപദവിക്ക് അർഹനായവർ തങ്ങളുടെ സാമ്രാജ്യം രക്ഷിച്ചു പോരുന്നു. യുധിഷ്ഠിര മഹാരാജാവ്, പരീക്ഷിത്ത് മഹാരാജാവ്, ശ്രീരാമൻ മുതലായ രാജാക്കന്മാർ നിരന്തരം പ്രജാക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിച്ച നീതിനിഷ്ഠരായിരുന്നു. വൈദിക സാഹിത്യം ഈശ്വരന്റെ പ്രതിനിധിയാണ് രാജാവ് രാജാവിനെ കരുതുന്നത്. ഇന്നാകട്ടെ ധാർമ്മിക പ്രമാണങ്ങൾ ക്ഷയിച്ചു പോകയാൽ രാജാധികാരവും ലുപ്തപ്രായമായി തീർന്നു. മുൻകാലങ്ങളിൽ നീതിമാന്മാരായ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ കൂടുതൽ സന്തുഷ്ടരായിരുന്നു. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാമി കന്ദർപ്പഃ സർപ്പാനാമസ്മി വാസുകി. ആയുധങ്ങളിൽ വച്ച് വജ്രവും ഇടിമിന്നലും, പശുക്കളിൽ സുരഭിയും, ജനനഹേതുക്കളിൽ കാമദേവനും, സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. ഭഗവാന്റെ ശക്തിയുടെ പ്രതീകമാണ് കരുത്തേറിയ വജ്രായുധം. പരവ്യോമത്തിലുള്ള കൃഷ്ണലോകത്തിൽ എപ്പോഴും പാൽ ചുരത്തുന്ന പശുക്കളുണ്ട്. അവ എല്ലാവർക്കും വേണ്ടത്ര പാൽ ചുരത്തി കൊടുക്കുന്നു. ഭൗതിക ലോകത്തിൽ അത്തരം പശുക്കളില്ല. സുരഭി എന്നു പേരുള്ള ആ പശുക്കൾ കൃഷ്ണലോകത്തിലേ ഉള്ളൂ. ഭഗവാന് അത്തരത്തിലുള്ള അനേകം പശുക്കളുണ്ട്. ഈ സുരഭി പശുക്കളെ ഭഗവാൻ സ്വയം മേച്ചു നടക്കുന്നു. സത്പുത്രോത്പത്തിക്ക് ആവശ്യമായ ലൈംഗിക തൃഷ്ണയത്രേ കന്ദർഭൻ. ഈ കന്ദർഭനും കൃഷ്ണനെ പ്രതിനിധീഭവിക്കുന്നു. കേവലം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യപ്പെടുന്ന സംഭോഗത്തിന് കൃഷ്ണന്റെ പ്രാതിനിധ്യം ഇല്ല തന്നെ. ഹരേ കൃഷ്ണ ജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി, വളരെ നന്നായിട്ട് വായിച്ചു. ഹരേ കൃഷ്ണ. യെസ്, എന്താണ് ഭഗവാൻ അടുത്ത വിഭൂതികളെ കുറിച്ച് പറയുകയാണ്. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി.
അശ്വത്ഥ സർവവൃക്ഷാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാത്തരം ജീവജാലങ്ങളിലും ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ സൂചന നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും, ഏതു തരം ജീവജാലങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഭഗവാനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വ്യത്യസ്ത ജീവജാലങ്ങളിൽ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നു, അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോമുനി. അശ്വത്ഥ വൃക്ഷം എന്ന് പറയുന്നത് ആൽവൃക്ഷമാണ്. ചില പ്രബോധന വിശദീകരിക്കുന്നുണ്ട്. ഭാരതത്തിൽ ആൽവൃക്ഷത്തിനെ ആരാധിക്കുന്നത് പണ്ട് മുതലേയുള്ള ഒരു ശീലമാണ്. അല്ലെ, പുണ്യവൃക്ഷമായിട്ട് ആൽവൃക്ഷത്തിനെ കണക്കാക്കുന്നുണ്ട്. കാരണം എന്താണ്? അത് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഒരു ആൽവൃക്ഷത്തിനെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ആൽവൃക്ഷത്തിനെ മാത്രമല്ല, ഏതൊരു വൃക്ഷത്തിനെ കാണുന്ന സമയത്തും നമ്മൾക്ക് ഈ ഒരു ശ്ലോകം ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അശ്വത്ഥ സർവവൃക്ഷാണ്, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് അശ്വത്ഥമാണ് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. അശ്വത്ഥ സർവവൃക്ഷാണ് ദേവർഷീണാം ച നാരദ. ദേവർഷിമാരുടെ കൂട്ടത്തിൽ, ദേവലോകത്തിലുള്ള ഋഷിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള, ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിട്ടുള്ള, ഭഗവാന്റെ നാമം എല്ലാ ലോകത്തിലും പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രചാരകനാണ് നാരദ മഹർഷി. അല്ലെ, നാരദ മഹർഷി എവിടെയും ഒരു മിനിറ്റും അടങ്ങി നിൽക്കുന്നില്ല. അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം. അതാണ് നാരദന്റെ സ്വഭാവം. ദക്ഷന്റെ അടുത്തുനിന്ന് ഒരു ശാപവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, എവിടെയും നിൽക്കാൻ കഴിയാതെ പോകട്ടെ എന്ന് ദക്ഷൻ ശപിച്ചു. ദക്ഷന്റെ പുത്രന്മാരെ മോക്ഷമാർഗത്തിലേക്ക് നയിച്ചതുകൊണ്ട്, ഭഗവാന്റെ മാർഗത്തിലേക്ക് നയിച്ചതുകൊണ്ട് ദക്ഷന്റെ അടുത്തുനിന്ന് ശാപം കിട്ടി, എവിടെയും നിൽക്കാൻ കഴിയാതെ പോകട്ടെ. അപ്പൊ അത് നാരദ മഹർഷി വലിയൊരു അനുഗ്രഹമായിട്ട് എടുത്തു. കാരണം എന്താണ്? ഈ പ്രചാരണം നടത്തുന്നവർക്ക് എവിടെയും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതിനേക്കാൾ നല്ലത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതാണ്. നാരദ മഹർഷി അതാണ് ചെയ്യുന്നത്. ലോകം മുഴുവൻ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്ന ഭഗവാന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭക്തനാണ് നാരദ മഹർഷി. അല്ലെ, നാരദ മഹർഷിയുടെ ശിഷ്യന്മാരല്ലാത്ത ആളുകളില്ല. ഉന്നതരായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരൊക്കെ നാരദ മഹർഷിയുടെ ശിഷ്യന്മാരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, വാൽമീകി മഹർഷി നേരത്തെ രത്നാകരൻ എന്ന പേരുള്ള കാട്ടാളനായിരുന്നു. ആ കാട്ടാളനോട് അലിവ് തോന്നിയിട്ടാണ് നാരദ മഹർഷി രാമനാമം ജപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മൃഗാരിയും ഒരു കാട്ടാളനായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനായിട്ട് മാറി. പിന്നീട് ധ്രുവ മഹാരാജാവ്, ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭക്തനാണ് ധ്രുവ മഹാരാജാവ്. 5 വയസ്സിൽ തന്നെ ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടായി. ആ ധ്രുവ മഹാരാജാവിന്റെ ഗുരു നാരദ മഹർഷി തന്നെയാണ്. അല്ല, നാരദ മഹർഷിയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാൻ വേണ്ടിയിട്ട് ധ്രുവ മഹാരാജാവിന് ഉപദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ മുന്നേ ധ്രുവ മഹാരാജാവിനെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. നീ 5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്, നിനക്ക് സമയമായിട്ടില്ല, നീ പോയി കളിച്ചോളൂ, വീട്ടിൽ പോയി കളിക്കേണ്ട പ്രായമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഗുരുവിന്റെ ഒരു ടെസ്റ്റായിരുന്നു. പക്ഷെ അതിൽ ധ്രുവ മഹാരാജാവ് വിജയിച്ചു. അങ്ങനെ ധ്രുവ മഹാരാജാവിന് നാരദ മഹർഷി ഉപദേശം നൽകി. അതേപോലെ 5 വയസ്സായിട്ടുള്ള മറ്റൊരു കുട്ടി പ്രഹ്ലാദ മഹാരാജാവ്. പ്രഹ്ലാദ മഹാരാജാവിന് നേരത്തെ തന്നെ, അതിന് മുന്നേയും നാരദ മഹർഷി ഉപദേശം നൽകിയിട്ടുണ്ട്. ഹയാതുവിന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നാരദ മഹർഷി ഭാഗവതം പറഞ്ഞു കൊടുത്തു പ്രഹ്ലാദ മഹാരാജാവ്. അങ്ങനെ പ്രശസ്തരായിട്ടുള്ള വലിയ വലിയ ഭക്തന്മാരുടെ ഗുരുവാണ് നാരദ മഹർഷി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നാരദ മഹർഷി 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ്. ഭഗവാന്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് നാരദ മഹർഷി. സ്വയംഭൂ നാരദ ശംഭു എന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷി 12 മഹാജനങ്ങളിൽ ഒരു ഉയർന്ന വ്യക്തിയാണ്. ആ നാരദ മഹർഷിയുടെ ഗുരുപരമ്പരയിൽ തന്നെയാണ് നമ്മുടെ ശീലപ്രഭുപാദർ വരുന്ന ബ്രഹ്മമാദ്യ ഗൗഡീയ സമ്പ്രദായവും വരുന്നത്. ചിലപ്പോൾ നമ്മൾ വലിയ ഭാഗ്യമുള്ള ആളുകളാണ്. നാരദ മഹർഷിയുടെ ഗുരുപരമ്പരയിൽ നിന്ന്
ശീലപ്രഭുപാദരിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ്. നാരദ മഹർഷി ഭഗവാന്റെ വിഭൂതിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ദേവർഷീണാം ച നാരദ. ഗന്ധർവാണാം ചിത്രരഥ. ഗന്ധർവന്മാർ എന്ന് പറയുന്നത് ദേവലോകത്തിലെ ഗായകന്മാരാണ്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാമവേദ ഗാനങ്ങൾ, സാമവേദം അനുസരിച്ചുള്ള ഭഗവത് സ്തുതികൾ ചൊല്ലുക എന്നുള്ളതാണ് ഗന്ധർവന്മാരുടെ ഡ്യൂട്ടി. അവർക്ക് ആകാശത്തിൽ ചുറ്റിസഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഗന്ധർവന്മാരിൽ ദേവഗായകരായിട്ടുള്ള ഗന്ധർവന്മാരുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ചിത്രരഥൻ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു. സിദ്ധാനാം കപിലോ മുനി എന്ന് പറയും. സിദ്ധന്മാര്, യോഗസിദ്ധൻ നേടിയിട്ടുള്ള മഹർഷിമാരെ കപില മഹർഷി ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയും. കപില മഹർഷി ഭഗവാന്റെ പ്രതിനിധി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭഗവാന്റെ അവതാരം തന്നെയാണ്. അദ്ദേഹം ഒരു ജീവസത്യയല്ല. കപില മഹർഷി യഥാർത്ഥത്തിൽ വിഷ്ണുതത്വമാണ്. ഭഗവാന്റെ അവതാരമാണ് കപില മഹർഷി. ദേവഹൂതിയുടെ പുത്രനായിട്ട് അവതരിച്ചിട്ടുള്ള കപില മഹർഷി. ദേവഹൂതിയുടെ ഭർത്താവായിട്ടുള്ള കർദമ മുനി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലഭിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ആ പ്രാർത്ഥനയുടെ 10,000 വർഷത്തെ തപസ്സിന്റെ ഫലമായിട്ടാണ് കർദമ മഹർഷിക്കും ദേവഹൂതിക്കും കപില ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. ആ കപില ഭഗവാനാണ് സാംഖ്യശാസ്ത്രം പ്രചരിപ്പിച്ചിട്ടുള്ളത്. സാംഖ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കപില മഹർഷിയാണ്. ഷഡ് ദർശനങ്ങളിൽ ഒന്നായിട്ടാണ് സാംഖ്യശാസ്ത്രം അറിയപ്പെടുന്നത്. സാംഖ്യശാസ്ത്രം യഥാർത്ഥത്തിൽ ഭക്തിയോഗത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഏകം സാംഖ്യം ച യോഗം ച. സാംഖ്യമായാലും യോഗമായാലും ഒന്നു തന്നെയാണ്. സാംഖ്യയോഗോ പൃഥക് പാല പ്രവദന്തി ന പണ്ഡിത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. സാംഖ്യവും യോഗവും വേറെ വേറെയാണ് എന്ന് ചിന്തിക്കുന്നവർ പണ്ഡിതന്മാരല്ല, അവർ ബാലന്മാരാണ്, അവർ അറിവില്ലാത്തവരാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഈ സാംഖ്യയോഗം എന്ന് പറഞ്ഞ് ഭഗവാൻ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ഭക്തിയോഗം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വായിക്കുന്ന ഭാഗവതം, നമ്മൾ രാവിലെ വായിക്കുന്ന ഭാഗവതത്തിൽ ഇപ്പോൾ നമ്മൾ ആ ഭാഗം വായിച്ചു കഴിഞ്ഞു. 3-ാമത്തെ സ്കന്ധം അവസാന ഭാഗമാണ് നമ്മളിപ്പം വായിക്കുന്നത്. ഇനി നമ്മൾ 4-ാമത്തെ സ്കന്ധം വായിക്കാൻ പോവുകയാണ്. അപ്പൊ ആ കപില മഹർഷി യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്. അദ്ദേഹവും 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ്, ഒരു മഹാജനം ആണ് അല്ലെ. കപില മഹർഷിയെ കുറിച്ചും പറയുന്നുണ്ട്. കപിലോ മനു എന്ന് പറയുന്നുണ്ട്. കപില മഹർഷിയും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഉച്ചൈസ്രവസം അശ്വാന. ഉച്ചൈസ്രവസ് എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള കുതിരയാണെന്ന് പറയുന്നു. ദേവാസുരന്മാർ പാലാഴി കടയുന്ന സമയത്ത് ഉയർന്നു വന്നിട്ടുള്ളവരാണ് ഈ ഉച്ചൈസ്രവസ്, അതേപോലെ ഐരാവതം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ. അവർക്ക് പ്രത്യേക കഴിവുകളുണ്ട്. 7 തലയുള്ള കുതിരയാണ് ഉച്ചൈസ്രവസ് എന്ന് പറയുന്നത്. അതേപോലെ ഐരാവതവും 7 തലയുള്ള ആനയാണെന്ന് പറയുന്നു. രണ്ടും വെളുത്ത കുതിരയും വെളുത്ത ആനയുമാണ്. ഇവർക്ക് ആകാശത്തിൽ പറക്കാൻ സാധിക്കും. ഇപ്പൊ ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ ദേവേന്ദ്രൻ അതിനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ദേവേന്ദ്രൻ ഉപയോഗിക്കുന്നതാണ് ഈ ഐരാവതം എന്ന് പറയുന്ന ആന. അപ്പോ അമൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള, പാലാഴി കടയുമ്പോൾ ഉണ്ടായിട്ടുള്ള അമൃതിൽ നിന്നും വന്നിട്ടുള്ള ഉച്ചൈസ്രവസും അതേപോലെ ഐരാവതവും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയാം. യെസ്. ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. നരന്മാരുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭഗവാന്റെ പ്രതിനിധി ആരാണ്? രാജാവാണ് എന്ന് പറയുന്നു. ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവ് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് യഥാർത്ഥത്തിൽ രാജാവ്. കലിയുഗത്തിലെ രാജാക്കന്മാരെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ പോലെയുള്ള, ജനക മഹാരാജാവിനെ പോലെയുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് അവർ രാജ്യം ഭരിച്ചിരുന്നത്. എന്താണോ ഭഗവാന്റെ നിയമങ്ങൾ അത് രാജ്യത്ത് നടപ്പിലാകുന്നുണ്ടോ, എല്ലാവരും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നുണ്ടോ,
എല്ലാവരും വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കലാണ്. അത് നടപ്പിലാക്കുന്നതാണ് രാജാവിന്റെ യഥാർത്ഥ ധർമ്മം. അങ്ങനെയുള്ള രാജാക്കന്മാർ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയും. അങ്ങനെയുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ലോകത്ത് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് പറയും. അല്ല, അതിന്റെ ഒരു ഉദാഹരണമാണ് ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്. രാജ്യം ഭരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ജനങ്ങൾക്ക് യാതൊരു ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നില്ല. പ്രകൃതിക്ഷോഭങ്ങളൊന്നുമില്ല. കൂടുതൽ ചൂട്, കൂടുതൽ തണുപ്പ്, ഇതൊന്നുമില്ല. വരൾച്ച, അത്യുഷ്ണം, അതിശൈത്യം, ഇങ്ങനെയൊന്നുമില്ല. നല്ല കാലാവസ്ഥയാണ്. പ്രകൃതിക്ഷോഭങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഭക്ഷ്യക്ഷാമമൊന്നുമില്ല. ആരും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ആരും മറ്റു ജീവികളെ കൊല്ലുന്നില്ല. ആരും മറ്റു ജീവികളെ കൊന്ന് തിന്നുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. കാരണം പ്രജ എന്ന് പറയുന്നത് എല്ലാ ജീവികളുമാണ് പ്രജ എന്ന് പറയുന്നത്. ഒരു രാജാവിന്റെ പ്രജകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവികളും പ്രജകളാണ്. പ്രകർഷേണ ജായതേ, ആ രാജ്യത്ത് ആരൊക്കെ ജീവിച്ചോ, ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവരൊക്കെ പ്രജകളാണ്. അപ്പൊ അവരെയൊക്കെ അന്നത്തെ രാജാക്കന്മാര് സന്തോഷപൂർവ്വം സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ധർമ്മരാജാവിന്റെ, യുധിഷ്ഠിര മഹാരാജാവിന്റെ കാലത്ത് പറയുന്നുണ്ട്, അവിടെ പശുക്കൾ വളരെ സന്തുഷ്ടരായിരുന്നു. പശുക്കൾക്ക് ആരെയും പേടിയില്ല. ഇന്നത്തെ കാലത്ത് പശുക്കൾക്ക് പേടിയാണ്, അല്ലെ? ഈ മനുഷ്യന്മാർ എപ്പോഴാണ് തങ്ങളുടെ തലയറുക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് വലിയ ഭയമാണ്. ഭയമുള്ളത് കൊണ്ട് തന്നെ അവർ മനുഷ്യന്മാരോട് അടുക്കുന്നില്ല. അതേപോലെ അവർക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നില്ല. പാലിന്റെ അളവൊക്കെ കുറയും. പശുക്കൾ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അവർക്ക് ധാരാളം പാൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് പശുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പശുക്കൾ പുല്ല് മേയുന്ന സമയത്ത് ആ പുല്ലിലെല്ലാം അവരുടെ സന്തോഷം കൊണ്ട് അവരവിടെ പാൽ ചുരത്തുമെന്ന് പറയുന്നു. പശുക്കൾ മേഞ്ഞു നടക്കുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പാല് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന് പറയും. കാരണം അവർക്ക് യാതൊരു ഭയമില്ല. അവരുടെ സന്തോഷം കൊണ്ട് അവരുടെ അകിടൊക്കെ നിറഞ്ഞാണ് കിടക്കുന്നത്. അകിട് നിറഞ്ഞ് പാല് ചുരത്തും എന്ന് പറയും. അങ്ങനെയുള്ള രാജാക്കന്മാര് ഭരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാർ ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. നരാണാം ച നരാധിപം എന്ന് പറയും. പിന്നീട് 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആയുധാനാം അഹം വജ്രം, ധേനൂനാമസ്മി കാമധുക, പ്രജനശ്ചാസ്മി കന്ദർപ്പ, സർപ്പാണാമസ്മി വാസുകി. ഈ ഭൗതിക ലോകത്തില് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അല്ല, നമ്മുടെ ദുർഗാദേവിയുടെ കയ്യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആയുധങ്ങളാണ്. കാരണം എന്താണ്? അസുരന്മാരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അസുരന്മാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ദേവേന്ദ്രന്റെ കയ്യിലുള്ള ഒരു ആയുധമാണ് വജ്രായുധം എന്ന് പറയുന്നത്. ദധീചി മഹർഷിയുടെ എല്ലിൽ നിന്നാണ് ഈ വജ്രായുധം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 6-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ വൃത്രാസുരന്റെ കഥ വായിക്കുന്ന സമയത്ത്, ആ ചരിത്രം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. കാരണം വൃത്രാസുരനെ സാധാരണ ആയുധങ്ങൾ കൊണ്ടൊന്നും കൊല്ലാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വരം വൃത്രാസുരൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ തന്നെ നിർദ്ദേശപ്രകാരം ദധീചി മഹർഷിയുടെ എല്ലിൽ നിന്നാണ് ഈ വജ്രായുധം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയും. അദ്ദേഹം യോഗസിദ്ധി കൊണ്ട് സ്വന്തം ശരീരം വെടിയുകയും ആ ശരീരം ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള വജ്രായുധം വളരെ ശക്തിയുള്ളതാണ്. വജ്രായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനാർക്കും തടയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആ വജ്രായുധം ഭഗവാന്റെ തന്നെ ശക്തിയാണ്, ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയും. ആയുധാനാമഹം വജ്രം, ധേനൂനാമസ്മി കാമധുക എന്ന് പറയും. ധേനു പശുക്കളിൽ, നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള പശുക്കളെ പോലെയല്ല, കാമധുക്ക് എന്ന് പറയുന്നു. കാമധേനു, സുരഭി പശു. ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലുള്ള പശുക്കളുടെ പേരാണ് സുരഭി പശുക്കൾ എന്ന് പറയുന്നത്.
ശീലപ്രഭാതർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഭൗതിക ലോകത്തില് സുരഭി പശുക്കളെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ലോകത്തിൽ ഭഗവാൻ മേയ്ക്കുന്ന പശുക്കളുടെ പേരെന്താണ്? കാമധേനുക്കളായിട്ടുള്ള സുരഭി പശുക്കളെയാണ് ഭഗവാൻ മേയ്ക്കുന്നത്. എന്താഗ്രഹമുണ്ടെങ്കിലും അവർക്ക് സാധിച്ചു തരാൻ സാധിക്കും. അങ്ങനെയുള്ള സുരഭി പശുക്കൾ. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവും പറയുന്നുണ്ട് ഈ സുരഭി പശുക്കളെ കുറിച്ച്. ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്ത ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജ. ലക്ഷാവൃതേഷു അഭിപാലയന്ത. ഭഗവാന്റെ അവിടെയുള്ള ജോലി എന്താണ്? ഭഗവാൻ എന്താണ് ഗോലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭഗവാൻ ഫാക്ടറിയിൽ പോയി ജോലിയൊന്നും ചെയ്യുന്നില്ല. ഭഗവാൻ അവിടെ സന്തോഷപൂർവ്വം പശുക്കളോടൊത്ത് പശുക്കളെ മേച്ച് നടക്കുകയാണ്. ഓടക്കുഴൽ വിളിച്ച് കൂട്ടുകാരോടൊപ്പം ഗോപാലബാലന്മാരോടൊപ്പം പശുക്കളെ മേച്ച് സുരഭി പശുക്കളെ മേച്ച് നടക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. എത്ര പശുക്കളാണുള്ളത്? ലക്ഷാവൃതേഷു സുരഭിരഭിപാലയന്തം. ലക്ഷക്കണക്കിന് സുരഭി പശുക്കളെ മേയ്ക്കുക, ഇതാണ് ഭഗവാന്റെ ജോലി. അങ്ങനെയുള്ള ആ സുരഭി പശുക്കളും ഭഗവാന്റെ പ്രതിനിധിയാണ്. കാരണം ആ സുരഭി പശുക്കൾ പ്രത്യേകം ഐശ്വര്യമുള്ളതാണ്. എന്താഗ്രഹമുണ്ടെങ്കിലും സാധിച്ചു കൊടുക്കാൻ ആ പശുക്കൾക്ക് സാധിക്കും. അങ്ങനെയുള്ള സുരഭി പശുക്കൾ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു. ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ. പ്രജന ഹേതുക്കളിൽ പുത്രന്മാർ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള കാമദേവനും ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഭഗവാൻ തന്നെയാണെന്ന് പറയും. എന്താണ് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള കാമം എന്ന് പറയുന്നത്? സത്സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള കാമം. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്ന കാമവും ഭഗവാൻ തന്നെയാണെന്ന് പറയാം. അല്ലെ, അതിനല്ലാത്ത കാമം വിരുദ്ധമാണ് എന്ന് പറയും. അത് ഭഗവാന്റെ പ്രതിനിധിയല്ല എന്നും ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നതാണ്. അപ്പം പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. വാസുകി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു സർപ്പം അല്ലെ, വാസുകിയാണ് എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? കയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ദേവാസുരന്മാർ പാലാഴി മഥനം ചെയ്യുന്ന സമയത്ത് ആ വാസുകി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സർപ്പം, ആ സർപ്പവും ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നിവിടെ പറയുന്നു. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമതുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി എന്ന് പറയും. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ആളുകളും ജീവികളും ഒക്കെയാണ്. പുരാണങ്ങളിൽ നമ്മൾ ഒരുപാട് കഥകൾ ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഇവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇനി ആരെക്കുറിച്ച് ഓർക്കണം? ഭഗവാനെ കുറിച്ച് ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വിഭൂതി യോഗം പറയുന്നത്. ഇതെല്ലാം ഭഗവാന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങളാണ്, ശക്തികളാണ്, വിഭൂതികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പ്രയോജനമില്ല. ഭഗവാനുമായിട്ട് നമ്മൾക്ക് ഇതിനെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കണം. യോഗം, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. നിർബന്ധേ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ എന്ന് പറയും. എല്ലാം ഹരിസംബന്ധിന വസ്തുനാണ്. നമ്മൾ കാണുന്നതെല്ലാം ഹരിയുമായിട്ട് ബന്ധമുണ്ട്, ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വസ്തുവും ഈ ഭൗതിക ലോകത്തിലില്ല. കാരണം എന്താണ്? എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. പക്ഷേ മായാശക്തി കൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നു പോവുകയാണ്. ഇതൊക്കെ ഭൗതികമായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ് എന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. വീണ്ടും ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞു തരാണ്. ഓരോ വസ്തുക്കൾക്കും ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരും. അപ്പം ഇനിയും വീണ്ടും ഈ വസ്തുക്കളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രത്യേക ജീവികളെ കുറിച്ചോ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചോ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഭഗവാന്റെ വിഭൂതിയാണ്, ഭഗവാന്റെ പ്രത്യേക സൃഷ്ടിയാണ്, ഭഗവാന്റെ ഐശ്വര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ഈ വിഭൂതി യോഗത്തിന്റെ പ്രയോജനം ഉണ്ടാകും. എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്.
അതാണ് വിഭൂതിയോഗത്തിന്റെ പ്രയോജനം എന്ന് ഈ വിഭൂതിയോഗം ഉപദേശിക്കുന്നതിന്റെ മുന്നേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഭൂതിയോഗം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അർജുനൻ ചോദിച്ചതും അത് തന്നെയായിരുന്നു. കേഷു കേഷു ജപാവേഷു ചിന്യോസി ഭഗവന്മയ. എങ്ങനെയാണ് എല്ലാ സമയത്തും എനിക്ക് അങ്ങയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, ഈ വിഭൂതിയോഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്തിയിൽ ഉറച്ച് അവികൽപേന യോഗേന, യാതൊരു മാറ്റവുമില്ലാതെ ഭക്തിയിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ വസ്തുക്കളും ജീവികളും ഉന്നതരായിട്ടുള്ള വ്യക്തികളും മഹർഷീശ്വരന്മാരും എല്ലാവരും ഭഗവാന്റെ വിഭൂതികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെക്കുറിച്ച് ഇനി കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ആരെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കണം? ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഭൂതിയോഗം ശരിക്കും മനസ്സിലായി എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ അധ്യായത്തിലെ ശ്ലോകം വായിക്കാം. യെസ്, ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?